വയനാട് ജില്ലയിലെ പയ്യമ്പള്ളിക്കടുത്ത് കൂടൽക്കടവുള്ള അടിയർ സമുദായത്തിൻ്റെ ഉത്സവമാണിന്ന്. ഈ ഉത്സവത്തോടനുബന്ധിച്ച് വയനാട്ടിൽ മഴ കിട്ടുമെന്നാണ് ഐതിഹ്യം. അടിയർ സമുദായക്കാർ ഇവിടെ 7 കുടുംബങ്ങളേ ഉള്ളൂ. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന മണ്ണിൻ്റെ മക്കൾ, ആ സമുദായങ്ങളൊക്കെ ഇവിടെ കുറഞ്ഞു വരികയാണ്. അവരുടെ നിലനിൽപ്പ് തീർച്ചയായും വളർത്തിയെടുക്കേണ്ടത് ഒരു ആവശ്യകത പൊതുസമൂഹത്തിനുണ്ട്. അപ്പോൾ അടിയർ സമുദായത്തിൻ്റെ ഉത്സവ കാഴ്ചകളും ആചാരങ്ങളും നമുക്ക് കാണാം. അപ്പോൾ ഇവിടേക്ക് പോരെ. അപ്പോൾ ഞാൻ ഇവിടുത്തെ ആചാരങ്ങൾ അനുസരിച്ച് പ്ലാവില കോരി വെച്ചിട്ടുണ്ട്. അതുപോലെ പാലും മുട്ടയും ഒക്കെ നാഗത്തിന് വഴിപാട് സമർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ആൽമരത്തിന് ചുറ്റും ഓരോ മരത്തിലും ഓരോ ദൈവ സാന്നിധ്യമാണ് ഉള്ളത്. ഓരോ കല്ലിലും ഈശ്വര സാന്നിധ്യമാണ്. അതിനെല്ലാം പൂജിക്കുന്നു, ആരാധിക്കുന്നു. കാവിൻ്റെ വിശേഷങ്ങൾ കാണാം. ഇത് കാളി. അടുത്തതോ? അതോ? അത് കുട്ടിച്ചാത്തൻ. അപ്പൊ മലക്കാളി മലക്കാളിയുടെ തറയാണ് കുട്ടിച്ചാത്തൻ. ഇതോ? ആണോ? അത് നാഗത്തിന്റെ. അതാണ് മുട്ടയൊക്കെ വെച്ച്. ഇങ്ങോട്ട് വരാം പുസ. അടിയർ സമുദായത്തിൽ 7 കുടുംബങ്ങളേ ഉള്ളൂ. ബാക്കി വയനാട്ടിൽ ജില്ലയിൽ എവിടെയെങ്കിലും ഉണ്ടോ നിങ്ങളുടെ സമുദായത്തിൽ പെട്ടവര്? ഇല്ല. ഉണ്ട്. എവിടെയാ? പല സ്ഥലത്തുണ്ട്. വർഷത്തിൽ ഒരു ദിവസമാണ് ഉത്സവം. മീന 1-ന്, എല്ലാ വർഷവും മീന 1-ന്. അപ്പോ ആൽമരം ഉണ്ട്, പന കാണുന്നുണ്ട്. ഈ ഉത്സവം കഴിഞ്ഞാൽ മഴ പെയ്യുമെന്നാ പറയുന്നത് അല്ലേ? പെയ്യും. അതെല്ലാ വർഷവും അങ്ങനെയാണ്. ഈ ഉത്സവം കഴിഞ്ഞാൽ മഴയാണ്. കാലാവസ്ഥയൊക്കെ മാറി. ഏകദേശം മഴയ്ക്കുള്ള എല്ലാ സാധ്യതയുണ്ട്. ഈശ്വരൻ എന്ന് പറഞ്ഞ പ്രകൃതി അല്ലേ? ഈ ഓരോ മരവും ഓരോ ജീവജാലങ്ങളും ഒക്കെ ഈശ്വരനായിട്ട് കാണുക. കാറ്റൊക്കെ വന്നു തുടങ്ങി. ഇതാ ഇലകളൊക്കെ കണ്ടില്ലേ? അടിയർ സമുദായക്കാർ വളരെ കുറച്ചു പേരേ ഉള്ളൂ. എന്നാൽ അവരുടെ വിശ്വാസം വളരെ ദൃഢമാണ്. അവര് ഈ ഒരു ഉത്സവത്തെക്കുറിച്ച് അന്ന് തന്നെ പറഞ്ഞിരുന്നു, ഈ ഉത്സവം കഴിയുമ്പോഴേക്കും മഴ പെയ്യുമെന്ന്. ഇപ്പോൾ കണ്ട ഇലകളൊക്കെ കാറ്റത്ത് ആടുകയാണ്. അന്തരീക്ഷം ആകെ മാറി. ഞങ്ങൾ കാവിലാണിപ്പോൾ ഉള്ളത്. നമ്മളറിയാത്ത ഒത്തിരി ആചാരങ്ങൾ, അതെല്ലാം പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നത്. അത് ദൃഢമായ വിശ്വാസത്തോടും വ്രതശുദ്ധിയോടും കൂടെ ഇവിടുത്തെ മണ്ണിൻ്റെ മക്കൾ ആഘോഷിക്കുകയാണ്. നമ്മളെല്ലാവരും മണ്ണിൻ്റെ മക്കൾ തന്നെയാണ് അല്ലേ? അവസാനം മണ്ണിലേക്ക് തന്നെ പോകുന്നു അല്ലേ? നിങ്ങളുടെ ഈ പ്രശ്നം കട്ട് ചെയ്തോ. ഇതിന്